السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിൻ്റെ 93-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. ഇന്നലെ 72-ാമത്തെ ആയത്താണ് നാം വിശദീകരിച്ചിരുന്നത്. പശുവിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കാരണമായ സംഭവമാണ് ഇന്നലെ നാം ഓതിയ ആയത്തിൽ കണ്ടത്. അതിനെ തുടർന്നുകൊണ്ട് 73-ാമത്തെ ആയത്തിലും അതിൻ്റെ ബാക്കി തന്നെയാണുള്ളത്. അതുകൂടി നമുക്കിപ്പോൾ കേൾക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. ബനു ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ഒരു ദേഹത്തെ, ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിൽ നിങ്ങൾ അന്യോന്യം ആരോപണം നടത്തി ഒഴിഞ്ഞു മാറിയ സന്ദർഭം ഓർക്കുക. അല്ലാഹുവാകട്ടെ നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ വെളിക്ക് വരുത്തുന്നവനുമത്രേ. അതിനെ തുടർന്നുള്ള ആയത്തിൽ فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അവനെ അതിൻ്റെ ചില ഭാഗം കൊണ്ട് അടിക്കുവിൻ. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, ഉദ്രിബൂഹു, അവനെ അടിക്കുവിൻ, ബിബഅദിഹ, അതിന്റെ ചില ഭാഗം കൊണ്ട്,
കദാലിക അപ്രകാരം യുഹ്യില്ലാഹുൽ മൗത യുഹ്യി ജീവിപ്പിക്കും അല്ലാഹു അൽ മൗത മരണപ്പെട്ടവരെ വയുരീക്കും നിങ്ങൾക്കവൻ കാണിച്ചു തരികയും ചെയ്യുന്നു ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ ലഅല്ലക്കും നിങ്ങൾ ആകുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആയേക്കാം തഅഖിലൂൻ ബുദ്ധി കൊടുക്കുന്നു ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു ഉദ്രിബൂഹു അവനെ അടിക്കുവിൻ ബിബഅദിഹ അതിന്റെ ചില ഭാഗം കൊണ്ട് ചില അംശം കൊണ്ട് കദാലിക അപ്രകാരം യുഹ്യി ജീവിപ്പിക്കും അല്ലാഹു അൽ മൗത മരണപ്പെട്ടവരെ വയുരീക്കും നിങ്ങൾക്കവൻ കാണിച്ചു തരികയും ചെയ്യും ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം അല്ലെങ്കിൽ നിങ്ങളാകുവാൻ വേണ്ടി തഅഖിലൂൻ ബുദ്ധി കൊടുക്കുന്നു ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹ അപ്പോൾ നാം പറഞ്ഞു നിങ്ങൾ അവനെ അതിന്റെ ചില ഭാഗം കൊണ്ട് അടിക്കുവിൻ കദാലിക യുഹ്യില്ലാഹുൽ മൗത അപ്രകാരം അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ അവൻ നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ ഈ ആയത്ത് നേരെ തൊട്ടു മുമ്പുള്ള ആയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവിടെ വൈദ് ഖതൽതും നഫ്സൻ നിങ്ങളൊരു നഫ്സിനെ വധിച്ച സന്ദർഭത്തെ ഓർക്കുക എന്നിട്ട് ഫദ്ദാറഅതും ഫീഹ അതിൽ നിന്ന് നിങ്ങൾ അന്യോന്യം ഒഴിഞ്ഞു മാറിയ സന്ദർഭം ഓർക്കുക വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ അല്ലാഹു ആകട്ടെ നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ വെളിക്ക് വരുത്തുന്നവരുമത്രേ ഇവിടെ ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹ فقلنا فقلنا ف അപ്പോൾ എന്നർത്ഥം ഫ അപ്പോൾ അതായത് അത്ഫിന് ഉപയോഗിക്കുന്ന ഹർഫാകുന്നു قلنا قلنا قال قال يقول لا قال يقول قال قالا قالوا قالت قالتا قلنا قلت قلتما قلتم قلت قلتما قلتن قلت قلنا قلنا എന്നത് എന്താകുന്നു ഖുൽന എന്നത്
ഫിഅൽ മാദി. ഖുൽന എന്നത് ജംഅ് മുതക്കല്ലിമാണ്, മുതക്കല്ലിം ജംഅാണ്. അതോടൊപ്പം ഖുൽന എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ എഴുതിയതുപോലെ ഖുൽ, അത് കൽപ്പനയുടെ ഖുൽ അല്ല, ഫിഅൽ മാദി മബ്നിയുൻ അല സുക്കൂൻ. ഒക്കെ ഖുൽന എന്താർത്ഥം? ഫഖുൽന, നാം പറഞ്ഞു. അപ്പോൾ നാം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, നാം പറഞ്ഞു എന്നതിനാണ് ഖുൽന എന്ന് ഉപയോഗിക്കുന്നത്. ഖുൽന ഇവിടെ നാ എന്നത് ളമീർ മബ്നിയുൻ അല സുക്കൂൻ ഫി മഹല്ല് റഫ്ഉ ഫാഇൽ, അല്ലേ? ഫി മഹല്ല് റഫ്ഉ ഫാഇൽ. അവിടെ എന്താണ്? നാ എന്നത് ഞങ്ങൾ, അത് ചെയ്യുന്നത് ആരാണ്? ഞങ്ങൾ. അതാണ് ഫാഇൽ. ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന ആൾ, ചെയ്യുന്ന ആൾക്കാണ് ഫാഇൽ. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് ആണ് ഫഖുൽന ളരിബൂഹു ബിബഅദിഹ, അപ്പോൾ നാം പറഞ്ഞു എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഇവിടെ വരുന്ന നാ എന്ന ളമീർ അത് മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നുള്ളത് നാം പറഞ്ഞു എന്ന്. ഫഖുൽന ഇദ്രിബൂഹു, ഇദ്രിബൂഹു ഇവിടെ എന്താണ്? നാം പറഞ്ഞു ഇദ്രിബൂഹു, അവനെ അടിക്കുവിൻ, അവനെ അടിക്കുവിൻ. ളറബ യദ്രിബു, ളറബ യദ്രിബു ഫിഅൽ അംറാണ്. ശരി, ളറബ യദ്രിബു അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇദ്രിബ്. എന്താണ്? അതിന്റെ ഫിഅൽ അംറാണ് ഇദ്രിബ്. എങ്ങനെ ഉണ്ടാകുന്നത്? ളറബ യദ്രിബു, യാ എന്ന മുളാറഅത്തിന്റെ അക്ഷരം, അല്ലെ? മുളാറഅത്തിന്റെ അക്ഷരത്തെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ മുളാറഅത്തിന്റെ അക്ഷരത്തെ കളയുക, യാ എന്ന മുളാറഅത്തിന്റെ അക്ഷരത്തെ കളയുക. അതിന് പകരം അവിടെ ഹംസ അലിഫിനെ കൊണ്ടുവന്നിട്ട് യദ്രിബ്, അതിന് സുക്കൂനാകുന്നു. കാരണം ളറബ യദ്രിബു, അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ളതിന് കസ്റാണ്, യദ്രിബു ആണ്. ഫഅല യഫ്ഇലു വസ്നലായത് കൊണ്ട് അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റായത് കൊണ്ട് മുമ്പിൽ കൊടുക്കുന്ന അലിഫിന് കസ്ർ കൊടുക്കുന്നു. അത് ഫത്ഹാണെങ്കിലും അങ്ങനെ തന്നെ കസ്ർ കൊടുക്കുന്നു. അവസാനത്തിന് മുമ്പുള്ള ഫഅല യഫ്അലു വസ്നാണെങ്കിലും അങ്ങനെ തന്നെ. അത് ഫഅല യഫ്ഉലു മാത്രമാണെങ്കിലേ അതിന്റെ ആദ്യത്തിൽ കൊടുക്കുന്ന അലിഫിന് ലമ്മ് കൊടുക്കുകയുള്ളൂ. ഉക്തുബ്, കതബ യക്തുബു, ഉക്തുബ് എന്നാണ് അതിന്റെ ഫിഅൽ, ഉക്തുബ്. അപ്പോ ഇദ്രിബ്, ഫഖുൽന ഇദ്രിബ്, അത് കൂട്ടി വായിക്കുമ്പോൾ ഫഖുൽന ഇദ്രിബ് എന്നായി മാറുന്നു. ഫഖുൽന ഇദ്രിബ്. ഇവിടെ ഇദ്രിബ് എന്നത് നിങ്ങൾ അടിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇദ്രിബ്, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇദ്രിബൂ എന്നാണ്. എന്താണ്? ഇദ്രിബൂ, അതാണ് ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ. യദ്രിബൂന, തദ്രിബൂന എന്നതിൽ നിന്നുള്ള നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് അതുണ്ടാകുന്നത് എന്നർത്ഥം. കാരണം അതിന്റെ യഥാർത്ഥ മുദാരി എന്താണ്? തദ്രിബു, തദ്രിബാനി, തദ്രിബൂന. ആ സ്ഥാനത്താണ്, അതിൽ നിന്നാണ് ഉദ്രിബു എന്നുണ്ടാകുന്നത്. അപ്പൊ അവസാനത്തെ നൂനിനെ ഹദ്ഫ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഹാദിർ മുദക്കർ ജംഅന്റെ സ്ഥാനത്താണ് ആ സീഗയിൽ വന്ന് വരുന്ന സന്ദർഭമാകുന്നു. അപ്പോ പറഞ്ഞു വന്നത് ഉദ്രിബു, നിങ്ങൾ അടിക്കുക. ളറബ അടിച്ചു, യദ്രിബു അടിക്കുന്നു, ഇദ്രിബ് നീ അടിക്കുക, ഇദ്രിബൂ നിങ്ങൾ അടിക്കുക എന്നാണ്. അപ്പൊ അതിലുള്ള
ഹ ഇവരിബൂഹു ഇവരിബൂ ഹു അവസാനത്തൊരു ഹു ഉണ്ട്. അതിനെ അടിക്കുക, അവനെ അടിക്കുക, അവനെ അടിക്കുക, നിങ്ങൾ അവനെ അടിക്കുക എന്നാണ്. അപ്പോ അതെന്താണ്? ളമീർ മുത്തസിലാണ്, മബ്നിയൻ അല ളമ്മി ഫീ മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി. അതിലേക്ക് ചേർന്ന് വരുന്ന ളമീറാകുന്നു. അതിനെ അടിക്കുക എന്ന്. അപ്പം അവനെ അടിക്കുക അത് മഫ്ഊൽ ബിഹിയാണ്. ഉദ്രിബു നിങ്ങൾ അടിക്കുക, അവിടെ നിങ്ങൾ ഫാഇൽ അല്ലെ, നിങ്ങൾ ഉദ്രിബു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നത് അൻതും എന്നത് അവിടെ ഫാഇലാണ്, നിങ്ങളാണ് അടിക്കേണ്ടത്. ആരെ അടിക്കണം? അടികൊള്ളുന്നത് ആരാണ്? അവൻ. അത് മഫ്ഊൽ ബിഹിയാണ്. സാധാരണ മഫ്ഊൽ ബിഹി മൻസൂബാണ്. മൻസൂബ് എന്ന് പറഞ്ഞാൽ നസ്ബ് ചെയ്യപ്പെടും, ഫത്ഹിന്റെ അടയാളം നൽകും എന്നാണ്. പക്ഷേ ഇവിടെ ഹു എന്നത് ഹ എന്നാവൂല, കാരണം ഫത്ഹ് കൊടുക്കൂല. കാരണം എന്താണ്? അത് ളമീർ മുത്തസിൽ മബ്നിയാണ്, ളമ്മിൽ മബ്നിയാണ്. അത് അതിന് മാറ്റമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉദ്രിബൂഹ എന്ന് നൽകുകയില്ല, ഉദ്രിബൂഹു എന്ന് മാത്രമാണ് നൽകുക. ഫഖുൽന ഉദ്രിബൂഹു നിങ്ങൾ അവനെ അടിക്കുക. അവനെ എന്ന് പറയുമ്പോൾ എന്താണ്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഉദ്രിബൂഹു എന്നതിലുള്ള അവനെ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മരിച്ച ആളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ മയ്യത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, മയ്യത്തിനെ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന് തൊട്ട് മുമ്പ് എന്താണ്? വഇദ് ഖതൽതും നഫ്സൻ, വഇദ് ഖതൽതും നിങ്ങൾ വധിച്ചപ്പോൾ, നഫ്സൻ ഒരു നഫ്സിനെ വധിച്ചപ്പോൾ. അപ്പോൾ വധിക്കപ്പെടുന്നതിന് മുമ്പ് അതെന്താണ്? നഫ്സാൻ, നഫ്സൻ. വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹ, അതിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം നടത്തി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അല്ലെ. ഫദ്ദാറതും ഫീഹ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അതിൽ നിന്ന് ഒഴിഞ്ഞ്, അവിടെ ഫീഹ എന്നാണ് പ്രയോഗിച്ചത്. എന്താണ് അതിനുള്ള കാരണം? ഇവിടെ ഫഖുൽന ഉദ്രിബൂഹു എന്നും പ്രയോഗിച്ചിരിക്കുന്നു. ഇത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹ എന്നും പ്രയോഗിച്ചിരിക്കുന്നു. നഫ്സിലേക്കാണത് മടങ്ങുന്നത്. നഫ്സ് എന്താകുന്നു? മുഅന്നസാണ് അല്ലെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാ ഖുർആൻ പറഞ്ഞു അല്ലെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും ദാഇഖത്താണ്, ദാഇഖല്ല, ദാഇഖത്ത് രുചിക്കുന്നവളാണ്. അൽ മൗത്ത്, മൗത്തിനെ രുചിക്കുന്നവളാണ്. അപ്പൊ എല്ലാ നഫ്സും അത് പിന്നീട് മരണത്തെ രുചിക്കും അല്ലെ. അപ്പോ ഇവിടെ മരണത്തെ രുചിച്ചു കഴിഞ്ഞ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഫഖുൽന ഉദ്രിബൂഹു, അവനെ നിങ്ങൾ അടിക്കുക എന്നർത്ഥം. ബിബഅളിഹ, ഫഖുൽന ഉദ്രിബൂഹു ബിബഅളിഹ. ബി എന്നത് ഹർഫ് ജർ, ബി ഹർഫ് ജർ. ബിബഅള്, ബഅളുൻ ചിലത്, ബഅളുഹ, ബഅളുഹ, ബഅളുൻ. ബി കൂട്ടണം ബഅളുൻ, ബി കൂട്ടണം ബഅളുൻ കൂട്ടണം ഹ, ബി കൂട്ടണം ബഅളുൻ കൂട്ടണം ഹ. ബി ബഅളുൻ ഹ, മൂന്ന് പദങ്ങളാണ് അതിലുള്ളത്. അതിൽ ബി ഹർഫ് ജറാണ്. ബഅളുൻ ചിലത് എന്നർത്ഥം, ഭാഗം എന്നർത്ഥം. ഹ എന്താണ്? ളമീർ മുത്തസിലാകും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
ഹ എന്നത് ളമീർ മുത്തസിലുമാകുന്നു. അപ്പൊ ബി അവിടെ ബി എന്നതിന് ശേഷം ബഅദ് അതിലേക്ക് ചേർത്ത് വരുമ്പോൾ അത് മജ്റൂറായി മാറുന്നു. അതുകൊണ്ട് ബി ബഅദി എന്നായി മാറുന്നു. ബി ബഅദി എന്നായി മാറുന്നു. ഇനി അതിലേക്ക് ചേർത്തുകൊണ്ട് ഹ എന്ന ളമീർ വരുമ്പോൾ എന്താകുന്നു? അത് മുളാഫ് ഇലൈഹിയായി മാറുന്നു. ഹ മുളാഫ് ഇലൈഹിയും ബഅദ് മുളാഫുമായി മാറുന്നു. അപ്പോ അവിടെ ബഅദി ഹ എന്നത് ആ ളമീർ എന്തായി മാറുന്നു? ളമീറാണ്, മബ്നിയുൻ അല സുക്കൂനാണ് അല്ലെ. ഹ ഫി മഹല്ല് ജർറ് മുളാഫ് ഇലൈഹി അല്ലെ, മുളാഫ് ഇലൈഹി ആകുന്നു. അപ്പോ അതിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട് എന്നാണ് അർത്ഥം. അതിന്റെ ചില ഭാഗം കൊണ്ട് എന്നാണ് ബി ബഅദിഹ എന്ന് പറഞ്ഞാൽ. അതിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ എന്ന ളമീറാണ്, മുഅന്നസിലേക്കാണ്, തഅനീസായിട്ടാണ് വരുന്നത്. അപ്പൊ അതെന്താണ്? ബഖറത്തിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ ഹ എന്ന് പ്രയോഗിച്ചത്. ബി ബഅദിഹി എന്ന് പ്രയോഗിക്കുന്നതിന് പകരം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഹ എന്നാകുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബി ബഅദിഹ, അതുകൊണ്ട് പശുവിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫഖുൽന ദ്രിബൂഹു ബി ബഅദിഹ. കദാലിക അപ്രകാരം, അതുപോലെ എന്നർത്ഥം. ക എന്ന് പറഞ്ഞാൽ പോലെ എന്നതിന് ഉപയോഗിക്കുന്ന ഹർഫ് ജറാണ്. കാഫ് എന്താണ്? അത് ഹർഫ് ജറാണ്. ദാലിക ഇസ്മു എന്താണ്? ഇഷാറയാണ് അല്ലെ, ഇസ്മു ഇഷാറ. കദാലിക ഇസ്മു ഇഷാറ അത് മബ്നിയാണ് അലൽ ഫത്ഹ് അല്ലെ. ഇവിടെ മബ്നിയാണ്, ക ഹർഫ് ജറാണ്. അതുകൊണ്ട് ദാലിക എങ്ങനെയാണ്? അത് ജറിന്റെ സ്ഥാനത്താണ് വരുന്നത് അല്ലെ. അത് ഇസ്മ മജ്റൂറാണ് ദാലിക അവിടെ. പക്ഷേ അത് മബ്നിയുൻ അലൽ ഫത്ഹാണ്. അത് മബ്നിയുൻ അലൽ ഫത്ഹ ആയതുകൊണ്ട് അതിന് കദാലികി എന്ന് പറയില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പോ കദാലിക എന്ന് പറഞ്ഞാൽ ദാലിക അത്, ക പോലെ, അതുപോലെ, അപ്രകാരം എന്നർത്ഥം. فقلنا اضربوه ببعضها كذلك كذلك يحيي الله كذلك يحيي الله يحيي എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ജീവിപ്പിക്കുന്നു. അഹ്യാ യുഹ്യി, അഹ്യാ യുഹ്യി ഇതാണ്. എങ്ങനെയാണ്? അഹ്യാ യുഹ്യി. യഥാർത്ഥത്തിൽ ഇത് ഹയ്യ 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 യഹ്യ, ഇതാണ് അതിന്റെ സുലാസി ആയ രൂപം. ഫഅഇല യഫ്അലു വസ്നിലാണ് അത് വരുന്നത്. ഹയ്യ യഹ്യ എന്നതിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നു എന്നർത്ഥം. ജീവൻ ഉണ്ടാകുന്നു, ജീവൻ ഉണ്ടാകുന്നു, ഇനി ജീവൻ. അതിന്റെ അഫ്അല വസ്നിലാണ് അഹ്യ വരുന്നത്. അഫ്അല വസ്നിലാണ് അഹ്യ എന്ന് വരുന്നത്.
അതുണ്ടാകുന്ന രൂപം അങ്ങനെയാണ്. അപ്പോ അഹ്യ അതിന്റെ മുളാരിയാണ് യുഹ്യി. يحيي أحيا يحيي. ഇവിടെ كذلك يحيي الله. കദാലിക അപ്രകാരം. ഇവിടെ യുഹ്യി എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മുളാരിയാണ്, മർഫു അല്ലേ, മർഫു. كذلك يحيي الله. يحيي الله. ശ്രദ്ധിക്കാം, ഇവിടെ അഫ്അല യുഫ്ഇലു എന്ന ലാമിന്, അവസാനത്തെ ലാമിന് ശരിക്ക് ലമ്മാണ്. അതുകൊണ്ടാണ് യുഹ്യി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലമ്മത്ത് മുഖദ്ദറ അവിടെ ഉണ്ടാകുന്നു. അവിടെ അവിടെ അങ്ങനെ നൽകുന്നു ലമ്മ്, ഒരു നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു ലമ്മ അവിടെ ഉണ്ട് എന്നുള്ള. കാരണം അത് അഫ്അല യുഫ്ഇലു വസനിലായത് കൊണ്ട്. അതുപോലെ ഇത്തരം ഫിഅലുകളെ സംബന്ധിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫിഅൽ മുഅത്തലിനെ കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ച സ്ഥിതിക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ തൽക്കാലം അതിലെ മിസാലിനെ കുറിച്ചും അജ്വഫിനെ കുറിച്ചും നാഖിസിനെ കുറിച്ചും ലഫീഫിനെ കുറിച്ചൊക്കെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷമുള്ള ചില കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഫിഅല് മുഅത്തലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തസ്രീഫിനെ കുറിച്ചും അതുപോലെ അത് ഹദ്ഫ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഇതുപോലെയുള്ള മുഖദ്ദറായി വരുന്ന അതിൻ്റെ രൂപങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഫിഅല് മുഅത്തല് ധാരാളമുള്ള ഫിഅലാണ്. ഫിഅല് സ്വഹീഹിനെ പോലെ തന്നെ ഫിഅല് മുഅത്തലും ധാരാളമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചോളുന്നില്ല. ഇവിടെ യുഹ്യില്ലാഹു അഹ്യാ യുഹ്യി അല്ലാഹു. ഇവിടെ യുഹ്യി എന്ന അതിലുള്ള ഫാഇലായി വരുന്നത് ആരാകുന്നു? ഫാഇല് അല്ലാഹു ആണ് അല്ലേ, അല്ലാഹു. അപ്പോ അല്ലാഹു എന്നത് ലഫ്ദുൽ ജലാല ഫാഇലാണ്. ലഫ്ദുൽ ജലാല ഫാഇൽ മർഫൂ ആകുന്നു. അൽ മൗത അല്ലാഹു ജീവിപ്പിക്കുന്നു. അൽ മൗത മരണപ്പെട്ടവരെ. മയ്യത്ത് ആണ്, മയ്യത്തുൻ എന്നതാണ് മൃതദേഹം എന്നതിന് പറയാം. മൃതദേഹങ്ങൾ എന്നതിൻ്റെ ജംആണ്. അതിൻ്റെ ജംആകുന്നു അംവാത്ത്, അതല്ലെങ്കിൽ മൗത. ഇത് രണ്ടും ഉപയോഗിക്കും. കൂടെ അംവാത്തും എന്നുപയോഗിക്കും, മൗത എന്നും ഉപയോഗിക്കും. മാത യമൂത്തു ആ ഫിഅലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പോൾ മൗത എന്നത് മൗത മരണപ്പെട്ടവർ. അപ്പം ഇവിടെ കദാലിക യുഹ്യില്ലാഹുൽ മൗത അൽ മൗത. മഫ്ഊൽ ബിഹി
മൻസൂബ് അല്ലേ, മഫ്ഊൽ ബിഹി മൻസൂബ്. അതുപോലെ തന്നെ അവിടെ ഒരു മൗത എന്ന് പറയുമ്പോൾ ഒരു ഫത്ഹത്തുൽ മുഖദ്ദറ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. ഇൻഷാ അല്ലാഹ്. വയുരീക്കും, വയുരീക്കും വാവ് അത്ഫിന്റെ വാവാണ്. വയുരീക്കും, യുരീക്കും, യുരീക്കും എന്ന് പറയുന്നത് ഫിഅല് മുളാരി ആണ്. റഅ, ശ്രദ്ധിക്കുക, റഅ എന്നതിന്റെ മുളാരിയാണ് യറ. യറ, യറ എന്നതിൽ നിന്ന് സാധാരണ നിലക്ക് യറ എന്നതിനെ തസ്രീഫ് ചെയ്യുമ്പോൾ യറ എന്ന് പറഞ്ഞാൽ അവൻ കാണുന്നു, റഅ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടു, അതിന്റെ മുളാരിയാണ് യറ. റഅ അവൻ കണ്ടു, യറ അവൻ കാണുന്നു. അതിൽ നിന്ന് അറ ഉണ്ടാവാറുണ്ട്. എന്താണ്? ഞാൻ കാണുന്നു എന്ന അർത്ഥത്തിലുള്ള ഉണ്ടാവാറുണ്ട് അറ. എന്നാൽ അതേ സമയം തന്നെ നിങ്ങൾ ശരിക്ക് അതിന്റെ വസന് വെച്ചുകൊണ്ട് നിങ്ങൾ ഫഅല വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്കത് കൃത്യമായി കിട്ടും. പിന്നെ അതിൽ നിന്ന് അതിന്റെ അഫ്അല വസൻ, റഅയുടെ അഫ്അല വസൻ, ഫിഅൽ മാദി, അതിന്റെ അഫ്അല വസൻ റഅ എന്നതിലേക്ക് ശ്രദ്ധിക്കുക. അതിന്റെ ഫ അ ല ശ്രദ്ധിക്കുക. ഫാന്റെ സ്ഥാനത്ത് റ, ഐനിന്റെ സ്ഥാനത്ത് എന്താണ്? ഹംസ അല്ലെ? ല, ലാന്റെ സ്ഥാനത്ത് അലിഫ് മക്സൂറ. റഅ ഇവിടെ അഫ്അല വസ്ന് വരുമ്പോൾ ആദ്യത്തിൽ ആ വരുന്നു. പിന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് അഫ്അലയാകുമ്പോൾ റാക്ക് സുക്കൂന് വരുന്നു. ഐനിന്റെ സ്ഥാനത്ത് അതിന് അവിടെ ഇങ്ങനെ ഹംസ വരുന്നു. പിന്നെ ലാന്റെ സ്ഥാനത്ത് അൽഫ് മഖ്സൂറയാണ്. ഇങ്ങനെ വരുന്നു. ഇത് അതിന്റെ ലാമിന്റെ സ്ഥാനത്ത് വരുന്നത് അവസാനത്തേത് അലിഫ് മഖ്സൂറയുമായതുകൊണ്ട് ലാമിന്റെ സ്ഥാനത്ത് വരുന്നത് അലിഫും പിന്നീട് അലിഫ് മഖ്സൂറയും വരുന്നത് കൊണ്ട് അതവിടെ ഹദഫ് ചെയ്യപ്പെട്ടു പോവുകയും റാക്ക് ഫത്ഹ് അതിന്റെ പേരിൽ തന്നെ അതിന് ശേഷം വരുന്ന അലിഫിന്റെ ഹർക്കത്ത് റാക്ക് നൽകപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അത് അറ എന്നായി മാറും. അപ്പൊ അറ എന്ന് പറഞ്ഞാൽ കാണിച്ചു എന്നർത്ഥം. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, അറ എന്ന് പറഞ്ഞാൽ കാണിച്ചു എന്നർത്ഥം. അറ എന്ന് പറഞ്ഞാൽ കണ്ടു, അറ എന്ന് പറയുമ്പോൾ കാണിച്ചു. നേരത്തെ ഇവിടെ അറ പറഞ്ഞത് ഞാൻ കാണുന്നു എന്ന അർത്ഥത്തിൽ വരുന്നു. പക്ഷെ അഫ്അൽ വസനിൽ വരുമ്പോഴും അതേ രൂപത്തിൽ തന്നെ അത് വരുന്നു, അറ. അറ യുരി, അറ യുരി, അറ. അപ്പോ ഖുർആനിൽ തന്നെ വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ വമാ അറൈനാക, അറ എന്ന പ്രയോഗമാണ്. അപ്പോ അതിന്റെ മുളാരി യുരി, യുരി എന്നാണ്. അറ യുരി, കാണിച്ചു, കാണിക്കുന്നു. അറ യുരി. അതിന്റെ അമ്രു വരിക അരി എന്നാണ്, നമ്മുടെ അരി. ഇങ്ങനെയാണ് അത് വരിക. അതിന്റെ അമ്രു വരിക കാണിച്ചു കൊടുക്ക് എന്നുള്ളത്. ഇതൊക്കെ ഫിഅല് മുഅത്തല്ലുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കുറച്ചുകൂടി നമ്മൾ ശക്തമാകുമ്പോൾ അതിലേക്ക് പോകുമ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കും.
ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ വരും. അപ്പോൾ ഇവിടെ യുരീക്കും, അതാണ് ഇവിടെ യുരീക്കും. എന്താണ്? വയുരീക്കും. യുരീക്കും, യുരി എന്ന് പറയുമ്പോൾ അവിടെ ഫിയൽ മുളാരിയാണ്. ഫിയൽ മുളാരിയാണ്, അഫ്അല വസ്നിൽ വരുന്ന ഫിയൽ മുളാരിയാണ്. യുരീക്കു ഫിയൽ മുളാരി മർഫൂ, ഫിയൽ മുളാരി മർഫൂ ആണ്. വയുരി അതായത് യുഫ്ഇലു, യുഫ്ഇലു എന്ന ലമ്മോട് കൂടി അവസാനിക്കേണ്ടതാണ്. പക്ഷേ അത് മുഅത്തല്ലായതുകൊണ്ട് വയുരി എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മുഅത്തല്ലായ ഫിയൽ എന്ന് പറഞ്ഞാൽ അലിഫ്, അതുപോലെ തന്നെ വാവ്, യ എന്നീ അക്ഷരങ്ങൾ കടന്നു വരുന്ന ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ഫിയലുകൾക്കാണ് ഫിയൽ മുഅത്തൽ എന്ന് പറയാം. അപ്പോ ഇവിടെ ഫിയൽ മുഅത്തൽ ആയതുകൊണ്ടാണ് അത് ലമ്മത്തിൽ മുഖദ്ദറ എന്നൊക്കെ പറയുന്നത്. ഒരു മുഖദ്ദറായ ലമ്മ് അവിടെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. യുരീക്കും ആയാതിഹി, ആയാതിഹി വയുരീക്കും നിങ്ങൾക്ക്, വയുരീക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, നിങ്ങളെ കാണിക്കുന്നു എന്നർത്ഥം. നിങ്ങളെ കാണിക്കുന്നു. വയുരീക്കും, യുരീക്കും അവൻ നിങ്ങളെ കാണിക്കുന്നു. യുരി എന്ന് പറയുന്നത് ആ ഫിയല് മുളാരിയിൽ ഉള്ള അടങ്ങിയിട്ടുള്ള ളമീർ മുസ്തത്തിറാണ്. അതിന്റെ തഖ്ദീർ ഹുവയാണ് അല്ലെ, അതിന്റെ തഖ്ദീർ ഹുവയാണ്. ളമീർ മുസ്തത്തിർ തഖ്ദീറുഹു ഹുവയാണ്. വയുരി അതില് അവനാണ്, അള്ളാഹുവാണ് കാണിക്കുന്നത്. ആരെയാണ് കാണിക്കുന്നത്? കും, നിങ്ങളെ. അപ്പൊ നിങ്ങൾ എന്താണ്? മഫ്ഊല് ബിഹിയാണ്. അപ്പൊ കും എന്നത് നമുക്കറിയാം അത് ളമീറാണ്, മബ്നി അല സുകൂനാണ്, ഫീ മഹല്ലി നസ്ബ് മഫ്ഊല് ബിഹി അല്ലെ. മഫ്ഊല് ബിഹി ആയി വരുന്നത് കൊണ്ട് അത് നസ്ബിന്റെ സ്ഥാനത്താകുന്നു. ആയാതിഹി, ആയത്തുൻ ജംഅ് ആയത്ത്, ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. ആയത്തുൻ ജംഅ് ആയാത്താണ്. ജംഅ് മുഅന്നസ് സാലിമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ആയത്തുൻ ജംഅ് ആയാത്ത്. അപ്പോ വയുരീക്കും ആയാതിഹി എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണിക്കുന്നു അവന്റെ ദൃഷ്ടാന്തങ്ങളെ എന്ന് പറയുമ്പം ആയാത്ത് അവിടെ വീണ്ടും മറ്റൊരു മഫ്ഊല് ബിഹിയായി മാറുകയാണ്. മഫ്ഊല് ബിഹി സാൻ, അത് രണ്ടാമത്തെ മഫ്ഊല് ബിഹി, മഫ്ഊല് ബിഹി സാൻ. അപ്പൊ ഇവിടെ ആയാത്തുഹു, ആയാത്തുൻ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, അതിലേക്ക് ഹു ചേരുന്നു, അതായത് ഹുവ ചേരുന്നു. അപ്പോ അത് മുലാഫ്, മുലാഫ് ഇലൈഹി ആകുന്നു. അപ്പോ ആയാത്തുഹു എന്നാണ്. പക്ഷെ ആയാത്തിഹി എന്നാവാനുള്ള കാരണം, ആയാത്തിഹി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആയാത്തിഹി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആയാത്തുഹു എന്നുള്ളത് ആയാത്തിഹി എന്ന് പറയാനുള്ള കാരണം എന്താകുന്നു? ആയാത്തി അവിടെ അതിന് മുമ്പിൽ ജറ് ചെയ്യപ്പെടേണ്ടെന്ന് എന്താ ഉള്ളത്? എന്താ കാരണം? അത് ജംഅ് മുഅന്നസ് സാലിമാണ്. ജംഅ് മുഅന്നസ് സാലിമ് നസ്ബ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാകുന്നു? സാലിം ആവുന്നത്, മൻസൂബാകുന്നത് അപ്രകാരമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ആയാത്തി എന്ന് വരാനുള്ള കാരണം. ആയാത്ത എന്നല്ല, ആയാത്തി. അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ട് ഹ വന്നപ്പോൾ, ലമീർ വന്നപ്പോൾ ആയാത്തിഹി എന്നായി മാറുന്നു. ലഅല്ലക്കും, അപ്പോൾ ആയാത്തുഹു അത് മുദാഫ് ഇലൈഹിയാണ്. ഹു അവിടെ വരുന്ന ഹ ലമീർ, ലമീർ മബ്നിൻ അലൽ കസ്ർ അല്ലേ, ലമീർ മബ്നിൻ അലൽ കസ്ർ
ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹി, അവിടെ മുളാഫ് ഇലൈഹി ആയതുകൊണ്ട്. ലഅല്ലക്കും 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 ലഅല്ല ആയേക്കാം എന്നർത്ഥം. ലഅല്ല ആയേക്കാം. ലഅല്ല ഇന്ന അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല ഇതൊക്കെ ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. അപ്പോ ലഅല്ല വന്നാൽ ഇന്നയുടെ അതേ ഹുക്മ് വരുന്നു. അത് ഇന്നയുടെ സഹോദരി മുഖ്ത് ഇന്നയാണ്. അപ്പോ ലഅല്ല ആയേക്കാം, നിങ്ങൾ ആയേക്കാം. ഇവിടെ കും നിങ്ങൾ ആയേക്കാം. ലഅല്ല കൂട്ടണം കും, കും നിങ്ങൾ ആയേക്കാം. അപ്പൊ അവിടെ ലഅല്ലക്കും എന്ന് വരുമ്പോൾ അത് വമീറാണ്, മബ്നിൻ അല സുക്കൂനാണ്, ഫി മഹല്ല് നസ്ബ്. അല്ലെ, ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മ എപ്പോഴും മൻസൂബാണ്. ഇന്നല്ലാഹ ഗഫൂറുൻ, മനസ്സിലായില്ലേ? ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറയുമ്പോൾ ഇന്നയുടെ ഇസ്മായ അള്ളാഹു അവിടെ നസ്ബ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇന്നല്ലാഹ എന്നായി മാറി. അതുപോലെ തന്നെയാണ് ലഅല്ലല്ലാഹ എന്നാ പറയാ, ലഅല്ലല്ലാഹ എന്നാ പറയാ. അപ്പൊ ഇവിടെ ലഅല്ലക്കും ലഅല്ലക്കും എന്ന് പറയുമ്പോൾ ആ കും യഥാർത്ഥത്തിൽ അവിടെ നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മബ്നി ആയതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് ഇറാബിൽ മാറ്റം കാണാൻ സാധിക്കാത്തത്. ലഅല്ലക്കും ലഅല്ലക്കും നിങ്ങൾ. അപ്പോ തഅഖിലൂൻ, അഖല യഅഖിലു, ഫഅല യഫ്ഇലു വസ്നിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യഅഖിലു മുളാരിയാണ്, ഫിഅൽ മുളാരി. യഅഖിലൂന, യഅഖിലു യഅഖിലാനി യഅഖിലൂന, തഅഖിലു തഅഖിലാനി യഅഖിൽന, തഅഖിലു തഅഖിലാനി തഅഖിലൂന. അതിന്റെ സീഗ എന്തായിരിക്കും? ഹാദിർ മുദക്കർ ജംഅ, അല്ലെ? ഹാദിർ മുദക്കർ ജംഅ. ഇവിടെ ഫിഅൽ മുളാരി മർഫൂ ആകുന്നു എന്നർത്ഥം. അപ്പോ തഅഖിലൂന ഫിഅൽ മുളാരി മർഫൂ ആകുന്നു. അവിടെ വാവുൽ ജമാഅത്ത് ഉണ്ട്. തഅഖിലു വാവുൽ ജമാഅത്ത് ളമീർ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ല് റഫ്ഉ ഫാഇൽ. അപ്പോ തഅഖിലൂൻ. പിന്നെ ആ ജുംല എന്താകുന്നു? ഫി മഹല്ല് റഫ്ഉ, അല്ലെ? ഖബർ ലഅല്ല, ലഅല്ലയുടെ ഖബറിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. الجملة في محل رفع خبر لعل. അപ്പോ എന്താണ്? ഫഖുൽന നാം പറഞ്ഞു. അപ്പോൾ നാം പറഞ്ഞു, ഉദ്രിബൂഹു നിങ്ങൾ അവനെ അടിക്കുക, ബിബഅദിഹാ അതിന്റെ ചില ഭാഗം കൊണ്ട്, കദാലിക അപ്രകാരം, യുഹ്യില്ലാഹു അല്ലാഹു ജീവിപ്പിക്കും, അൽ മൗത മരണപ്പെട്ടവരെ, വയുരീക്കും നിങ്ങൾക്കവൻ കാണിച്ചു തരികയും ചെയ്യുന്നു, ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടി, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചേക്കാം എന്ന അർത്ഥത്തിൽ. ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്ന നൂറുൽ ഖുർആനിന്റെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ, അത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ നൽകിയതുപോലെ nurulquran.micr@gmail.com എന്ന ഇമെയിലിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. 1 മുതൽ 61 വരെയുള്ള ആയത്തുകളിലാണ് പരീക്ഷ നടക്കുന്നത്.
മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ക്ലാസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാഠഭാഗം 1 മുതൽ 61 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയ പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷ നടക്കുക. ഫെബ്രുവരി 8 അതാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം. ചോദ്യപേപ്പറുകൾ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അയക്കും. ഫെബ്രുവരി 9 തന്നെ അയക്കുന്നതാണ്. ഫെബ്രുവരി 9 മുതൽ ഫെബ്രുവരി 20 വരെയുള്ള ദീർഘമായ സമയം, 10 ദിവസത്തിലധികം നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള സമയമുണ്ട്. ഫെബ്രുവരി 20-നാണ് ഉത്തരക്കടലാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. നിങ്ങൾ പരീക്ഷ എഴുതുന്നവർ അത് കൃത്യമായി വെള്ള പേപ്പറിൽ എഴുതി സ്കാൻ ചെയ്തിട്ട് അത് ഇമെയിലായിട്ട് nurulquran.mecr@gmail.com തന്നെ അയക്കേണ്ടതുണ്ട്. പിന്നെ സ്വാഭാവികമായും നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൽ പ്രധാനമായും ഗ്രാമർ വിശദീകരിക്കുന്നത് കൊണ്ട് പലർക്കും ഒരു പക്ഷേ അത് ഫോളോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് പരീക്ഷയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യം ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല, ആ ഒരു കാര്യം പേടിച്ചിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രധാനമായും ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ നമ്മൾ എടുക്കുന്ന ഓരോ ആയത്തുകളും അതിലടങ്ങിയ ആശയം നിങ്ങൾ കൃത്യമായി ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതും തന്നെ മുഹമ്മദ് അമാനി മൗലവിയുടെ ആ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിവരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് കൃത്യമായി ഗ്രഹിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി സാധാരണ നിലക്ക് ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കാത്ത ഒരു കാര്യം എന്നുള്ള നിലക്ക് ഗ്രാമർ അതൊന്നുകൂടി കുറച്ചുകൂടി അത് താല്പര്യമുള്ളവർക്കും അതുപോലെ പുതുതായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉപകാരപ്പെടണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അതിലേക്ക് ഗ്രാമർ കാര്യമായും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ എന്നതല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഗ്രാമർ വളരെ സിമ്പിളായ ചില ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ഉദ്ദേശിക്കുന്നത്. വലിയ ഗ്രാമർ ചോദ്യങ്ങളിലേക്ക് പോകുന്നതല്ല. മാത്രമല്ല അതൊരു കൃത്യമായിട്ടും അതിൻ്റെ മാർക്ക് പാറ്റേൺ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു 25% എന്തായിരുന്നാലും ഗ്രാമർ ഉണ്ടാവില്ല. 20% മാത്രമേ പരമാവധി ഗ്രാമർ ഉണ്ടാവുള്ളൂ. അതിലപ്പുറത്തേക്ക് അതിലടങ്ങിയ ആശയങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായും പിന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഖുർആൻ 1 മുതൽ 61 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ ഓതിയിട്ട് അതിലടങ്ങിയ തജ്വീദ് നിയമങ്ങളെക്കുറിച്ചും ചില വളരെ വലിയ കാര്യങ്ങളല്ല, ചെറിയ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയിൽ പരമാവധി എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അതിന് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അത് പിന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പരീക്ഷയിൽ വലിയ മാർക്ക് കിട്ടി, വലിയ റാങ്ക് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ പഠനത്തിന് കുറച്ചുകൂടി അത് എളുപ്പമാകുന്നതിന് വേണ്ടി ഒരു പരീക്ഷ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരീക്ഷയുടെ കൃത്യമായ ഒരു സിലബസ് അല്ലെങ്കിൽ 1 മുതൽ 61 വരെ ആയത്ത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒന്നുകൂടി അതൊന്ന് വായിച്ച് പഠിക്കും. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിലടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കും. അങ്ങനെ കൃത്യമായൊരു പഠനത്തിന് വേണ്ടി അതിന് പ്രചോദനം നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആക്കി മാറ്റുന്നതും. നിങ്ങൾക്ക് തഫ്സീർ നോക്കി തന്നെ ഉത്തരം എഴുതാവുന്നതാണ്. അതിന് യാതൊരു വിരോധമില്ല. അപ്പം ഇൻഷാ അല്ലാഹ് ആ പരീക്ഷയിൽ പരമാവധി നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് ഉണർത്തുന്നു. നിങ്ങളുടെ മറ്റ് സഹോദരങ്ങളെ കൂടി ഈ വിവരം നിങ്ങൾ അറിയിക്കുക. ഇമെയിലായിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ നിങ്ങൾ അതിൻ്റെ പരസ്യം പരമാവധി നൽകി അറിയിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് പരമാവധി അറിവ് സമ്പാദിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കുവാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് അക്കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുകയും അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും മീസാനിൽ
അത് കനം തോന്നുന്ന ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റിത്തരികയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ പ്രീതി അത് മാത്രം നാം ആഗ്രഹിക്കുക. ഇത്തരം പഠനങ്ങളിലൂടെ വിജ്ഞാനം ധാരാളം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുവാനും കൂടുതൽ വിനയമുള്ളവരായി തീരുവാനും പരലോകത്തെ പേടിക്കുന്നവരായി തീരുവാനും സാധിക്കുന്ന തരത്തിലേക്ക് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.